നമസ്കാരം. ഇന്നത്തെ റിവ്യൂ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിനെ പറ്റിയാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറാണ് നോവലിസ്റ്റ്. എല്ലാ കാലങ്ങളിലും വായനക്കാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കുറച്ചു നല്ല പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, മതിലുകൾ തുടങ്ങിയ ഒട്ടനവധി നല്ല പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പാത്തുമ്മ എന്ന വളരെ നിഷ്കളങ്കിയും സുന്ദരിയും കവിളിലൊരു മറുകൊക്കെയുള്ള പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. അവർ വളരെ സമ്പന്നരായിരുന്നു. കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മ കുഞ്ഞിത്താച്ചുമ്മ അവരുടെ പ്രൗഢിയും മഹത്വവും എടുത്തു കാണിക്കുന്നതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഡയലോഗാണ് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ദിവസം കുഞ്ഞിപ്പാത്തുമ്മയുടെ ബാപ്പ ഒരു കേസ് ജയിക്കാൻ വേണ്ടി അവളുടെ കയ്യിലെ സ്വർണവള ഊരി വാങ്ങിച്ചു. പക്ഷേ അവർ ആ കേസ് തോറ്റു. അങ്ങനെ അവളുടെ വീടും സമ്പത്തും പഴയ പ്രതാപങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി. ഒരു ദിവസം രണ്ട് കുരുവികൾ വഴക്കു കൂടുന്നത് കുഞ്ഞിപ്പാത്തുമ്മ കണ്ടു. അതിൽ ഒരു കുരുവി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിലൊരു കുരുവി താഴെ വീഴുന്നത് കുഞ്ഞിപ്പാത്തുമ്മ കണ്ടു. അതിന് ജീവനുണ്ടോ എന്നറിയാൻ വേണ്ടി അവൾ അതിൻ്റെ അടുത്തേക്ക് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ വീണു. അങ്ങനെ ദേഹം മുഴുവൻ മുറിഞ്ഞു. അതൊന്നും കാര്യമാക്കാതെ അവൾ ആ കുരുവിയുടെ അടുത്തെത്തി കുരുവിയെ എടുത്ത് അവളുടെ ദേഹത്ത് നിന്ന് ഒരിറ്റു ചോര എടുത്ത് ആ കുരുവിയുടെ വായിലേക്ക് ഒരിറ്റു ചോര ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അവളുടെ ആ സ്നേഹവും കരുതലും കണ്ടു നിന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ കുഞ്ഞിപ്പാത്തുമ്മയുടെ കയ്യിലെ മുറിവ് കെട്ടിക്കൊടുത്തു. അപ്പോഴാണ് കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് മനസ്സിലായത് തൻ്റെ അയൽവക്കത്ത് പുതിയ താമസക്കാർ വന്നു എന്ന്. അതിലൊരാളാണ് തനിക്ക് മുറിവ് വച്ച് കെട്ടിത്തന്ന നിസാർ അഹമ്മദ്. അവരുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ അന്തരമുണ്ടായിരുന്നു. നിസാർ അഹമ്മദിന്റെ കുടുംബം വളരെ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. പക്ഷേ കുഞ്ഞിപ്പാത്തുമ്മയുടെ കുടുംബം അങ്ങനെ ആയിരുന്നില്ല. അതുകാരണം അവർക്ക് വലിയ പൊരുത്തക്കേടുണ്ടായിരുന്നെങ്കിലും അത് പതിയെ കുറഞ്ഞു വന്നു. അവസാനം നിസാർ അഹമ്മദ് കുഞ്ഞിപ്പാത്തുമ്മയെ വിവാഹം കഴിച്ചു. കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മയ്ക്ക് മുസ്ലിംകൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ലെന്നുള്ള തോന്നലുണ്ടായിരുന്നു. അഥവാ അവർ എഴുത്തും വായനയും പഠിക്കുന്നുണ്ടെങ്കിൽ അവർ മുസ്ലിമുകളല്ല എന്നുള്ള വിശ്വാസം അവരിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. വർത്തമാനകാലത്തിൽ ജീവിക്കാനാണ് നമ്മോട് ഈ നോവൽ പറയുന്നത്. കുഞ്ഞിപ്പാത്തുമ്മ വളരെ നിഷ്കളങ്കയായിരുന്നു. 22 വയസ്സിന്റെ യാതൊരുവിധ കള്ളത്തരങ്ങളും അവളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതാണെന്നും ഒരു ജീവികളെയും ഉപദ്രവിക്കരുതെന്നും അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അവൾ ഇതുവരെയായിട്ടും ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല, ആരോടും ദേഷ്യപ്പെട്ടിട്ടുമില്ല. ഈ നോവൽ വളരെ രസകരമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഭാഷയാണ്. പഴയകാല മുസ്ലിം കുടുംബത്തിൽ എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ് നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ കിട്ടുന്നത്. ഈ നോവൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പറ്റുന്നവർ ഇത് വായിച്ചു നോക്കുക. നന്ദി, നമസ്കാരം.